ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 82ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീജിത്താണ്. ഡമീറാണ്. തുടങ്ങാം. എന്താ പറയാ, നമ്മുടെ ജിൻഡോയ്ക്ക് കണ്ണാടി കിട്ടിയ ദിവസമാണ്. അതുപോലെ തന്നെ അർജുന്റെയും നമ്മുടെ സിജോയുടെയും അതുപോലെ തന്നെ നന്ദനയുടെയും തങ്കച്ചി പായസം നമ്മൾ കണ്ടതാണ്. എന്ത് ക്രിഞ്ചാണെന്ന് വെച്ചാല് ഒരു ഐഡിയ ഇല്ല. എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവരെന്തൊക്കെയോ പറയട്ടെ, ടൈം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് വേണമെങ്കിലും പറയുന്നതിൽ ഒരു അർത്ഥം നമുക്ക് കാണാമായിരുന്നു. പക്ഷെ ഇതിപ്പോ ഈ ഒരു 10-20 ദിവസം തികച്ചില്ല, ഈ ഫൈനലായി കഴിഞ്ഞു. എല്ലാം 18 ദിവസമേ ഉള്ളൂ. അതെ, ഈ 18 ദിവസം ഉള്ളപ്പോ ഇവർ എന്ത് ഗെയിമാണ് ഉദ്ദേശിക്കുന്നതിനോ എന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷെ സിജോയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നത്. കാര്യം എനിക്ക് തോന്നുന്ന നന്ദന അടുത്ത ദിവസങ്ങളിൽ പോവാൻ വളരെ സാധ്യത ഉള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അവരുടെ സ്നേഹം പിടിച്ച് പറ്റിക്കഴിഞ്ഞാൽ എന്നുവെച്ചാല് അറിയാം, നന്ദന വന്നത് ഈ പറയുന്ന വീടിന് വേണ്ടിയാണ് വന്നത്. അപ്പൊ അത്തരത്തില് ഒരു തങ്കച്ചി പാസം അല്ലെങ്കിൽ അത്തരത്തിൽ എൻ്റെ ഒരു അനിയത്തിയാണ്, അനിയത്തി കുട്ടിക്ക് ഒരു വീട്, അതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് ഇനി ബിഗ് ബോസ് ഹൗസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്ലാറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് സിജോ പ്രേക്ഷകരോട് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അയ്യോ, ഇപ്പൊ വീടില്ലാത്തൊരു കൊച്ചിന് വേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത്. അപ്പോഴായിരിക്കും അടുത്ത ദിവസങ്ങളിൽ നന്ദന പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നന്ദനയുടെ ഉള്ള വോട്ട് സിജോയ്ക്ക് മറിയും. പക്ഷെ ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നന്ദനയ്ക്ക് എത്ര ശതമാനം വോട്ടുണ്ടാ മൊത്തത്തില്? ഇപ്പൊ 0.5% ഉണ്ടായിരിക്കും തോന്നുന്നു. അതായത് ഈ ഷോ തന്നെ കാണാത്തവര് ചിലപ്പോ വഴിയെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അസാധു വോട്ടിലെ കുത്തുന്ന പോലെ ഈ മുകളിൽ പറഞ്ഞ ആരും ഇല്ലെന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നന്ദനെ കുത്തുന്ന ആൾക്കാർ ഒരു 100-ൽ ഒരാളെങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അൺഒഫീഷ്യൽ പോളിസിലായാലും ഒരു എത്ര പേരുള്ള പോളിംഗിലായാലും ഇപ്പൊ 2-3 പേരുള്ള പോളിംഗിനകത്ത് നന്ദന ഇട്ടാൽ പോലും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇനി 8 പേരുള്ള പോളിംഗിലാണെങ്കിൽ 1% താഴെയാണ്, 0% ഒക്കെയാണ് ഞാൻ കണ്ട പല സ്ഥലത്തും. അതായത് എല്ലാവരും ഉള്ള പോള് നോമിനേഷനിലുള്ള എല്ലാവരും ഉള്ള പോളിൽ 1% താഴെയാണ്. മറ്റല്ലാത്ത 2 പേര് 3 പേര് മാത്രം ഉള്ളപ്പോഴാണെങ്കിൽ ബാക്കിയുള്ള ഫാൻസുകാരിലൊക്കെ ജീവിതം അടുത്തവരൊക്കെ കുറച്ച് പേരൊക്കെ വോട്ടിടുന്നുണ്ട്. അപ്പൊ ഈ മറിക്കാൻ എന്താ പറയാ, പാസം കൊണ്ട് മറിക്കാൻ നോക്കുന്ന വോട്ടെന്ന് പറയുന്നത് നന്ദനയുടെ 0-ൽ നിന്നാണ് ഇതിലോട്ട് വരുത്താൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ 0-ന് എത്ര കൊണ്ട് ഗുണിച്ചാലും 0 ആയതുകൊണ്ട് തന്നെ സായിയുടെ അല്ലെങ്കിൽ സിജോയുടെ ഉള്ള വോട്ടും കൂടെ കുറേ ഉള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, സിജോ പലപ്പോഴായിട്ട് പലരുമായിട്ടും കമ്പനി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പോ ജാസ്മിനായിട്ട് ഭയങ്കര കോംബോ ആയിരുന്നു കുറച്ചാൾ. ജാസ്മിനെ മറിക്കാൻ പറ്റത്തില്ലടാ. ജാസ്മിൻ തന്നെ ആരെ കിളത്താന്ന് പറഞ്ഞാണ് ജാസ്മിൻ നടക്കുന്നത്. അല്ല, ഈ ഇടയ്ക്ക് വരെ ജാസ്മിന്റെ ഭയങ്കര കൂട്ടായിരുന്നു, ഭയങ്കര ന്യായീകരിക്കലൊക്കെ ആയിരുന്നു. ഇപ്പൊ കുറച്ചു ദിവസമായിട്ടാണ് ഉടക്കി നിൽക്കുന്നത്. അതെ, പിന്നെ അതുപോലെ തന്നെ ശ്രീതുവായിട്ട് കമ്പനി കൂടാനൊക്കെ പോയിട്ടുണ്ട്. നോറയുടെ അടുത്ത് പരിപാടി ഒന്നും നടക്കത്തില്ല. അപ്പോ നോറേനെ ഒന്ന് ഈ പറയുന്ന ട്രിഗർ ചെയ്ത് നെഗറ്റീവ് ആക്കിക്കൊണ്ട് മാസാവാൻ, ആൽഫ മെയിലാവാൻ സിജോ ശ്രമിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പുള്ളിക്കാരൻ ശ്രമിക്കുന്നത് ഇതിന് തന്നെയാണ് വോട്ട് മറിക്കാനുള്ള ശ്രമം തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരൻ അറിയത്തില്ല നന്ദനയ്ക്ക് വളരെയധികം പ്രേക്ഷക പിന്തുണ കുറവാണെന്ന്. അപ്പൊ അത് അറിയാതെയാണ് പുള്ളിക്കാരൻ ഇങ്ങനെ തങ്കച്ചി പാസ ഇങ്ങനെ വാരി വിതറുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വീടിന് വേണ്ടി പ്രേക്ഷകരുടെ അടുത്ത് പറയാതെ പറയുന്നതും. അതുപോലെ തന്നെ ഈ പറയുന്ന ഗെയിമുകൾക്കിടയിൽ ഇന്നും ഉണ്ടായിരുന്നു. ഇന്നൊരു മെയിൻ ആയിട്ടുള്ള ഗെയിം നടക്കുന്ന സമയത്ത്, ടാസ്ക് നടക്കുന്ന സമയത്ത്, ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് നടക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരീനെ ഈ പറയുന്ന പോലെ എന്താണോ ആക്ടിവിറ്റി കൊടുത്തത് ആ സംഭവം പുള്ളിക്കാരീനെ തൊടുന്നില്ല. അപ്പൊ ആക്ടിവിറ്റി ചെയ്താൽ മാത്രമല്ലേ ടാസ്ക് കിടക്കുള്ളൂ. അപ്പൊ എന്തായാലും ഈ പറയുന്ന ലാലേട്ടൻ അത് ചോദിക്കാൻ ഉറപ്പായിട്ട് സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഒരുമിച്ച് നിന്ന് ഈ പറയുന്ന സായിയും സിജോയും അതുപോലെ തന്നെ നമ്മുടെ നന്ദനയും ആ ടാസ്ക് കൊളമാക്കിയെന്ന് പറയാൻ പറ്റത്തില്ല. അത് അവരുടെ ഗെയിം ആയിരിക്കും. എന്തായാലും അത് ലാലേട്ടൻ ചോദിക്കാനുള്ള വളരെ സാധ്യതയുണ്ട്. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജിൻഡോയ്ക്ക് കണ്ണട കിട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണിന് പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണട വെച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് തലവേദന എടുക്കും. അത് തലവേദനയുടെ അളവ് ഇങ്ങനെ കൂടി വരെയാണ് ചെയ്യുന്നത്. ഒരു ടൈം ആവാനടുത്ത് തലവേദന പൂർണ്ണമായിട്ട് നിൽക്കത്തില്ല. അത് കാഴ്ചക്ക് പരിമിതി ഉള്ളത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ജിൻഡോ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കണ്ണട വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നീട് ഒരിക്കലും ചോദിച്ചിട്ടില്ല.
പിന്നീട് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ ചോദിച്ചായിരുന്നു, കഴിഞ്ഞ വീക്കിലാണെന്ന് തോന്നുന്നു, ഏതോ ഒരു വീക്കിൽ വന്നപ്പോ ചോദിച്ചായിരുന്നു, ജിൻഡോ കന്നഡ എവിടെ, കന്നഡ എന്താണ് വെക്കാത്തത് എന്നുള്ള രീതിക്ക് ചോദിച്ചു. അപ്പോൾ ബിഗ് ബോസ് തന്നെ മേടിച്ചു എന്നും, അപ്പോൾ ലാലേട്ടൻ തന്നെ അതിന് മറുപടി പിറ്റേ ആഴ്ച വന്നപ്പോൾ കൊടുത്തായിരുന്നു. അത് ഈ പറയുന്ന ജിൻഡോയുടെ കന്നഡയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പറയുന്ന ക്യാമറയുമായിട്ട് ഇത് ചെയ്യുമ്പോൾ ഒരു പ്രകാശം തട്ടുമ്പോൾ അത് ക്യാമറയുടെ ലെൻസിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കും, അതുകൊണ്ടാണ് ആ കന്നഡ മേടിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ജിൻഡോയ്ക്ക് സത്യത്തിൽ കന്നഡ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം. പലപ്പോഴും പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ ടാസ്ക് ലെറ്ററും ബാക്കിയുള്ള ലെറ്ററൊക്കെ വായിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ലാലേട്ടന്റെ അടുത്ത് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ലാലേട്ട എനിക്ക് വായിക്കാൻ പറ്റത്തില്ല, കാഴ്ച കുറവാണ്, അതാണ് ബിഗ് ബോസ് കന്നഡ മേടിച്ചു വെച്ചേക്കണെന്നൊക്കെ പലപ്പോഴും കള്ളം പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ടാസ്ക് ലെറ്റർ ലാലേട്ടൻ നിൽക്കുമ്പോൾ തന്നെ വായിച്ചിട്ടുണ്ട്. അത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ കിളന്ന് സമ്മതിക്കാതെ മറുകണ്ഠം ചാടുന്ന ഒരു പരിപാടി നമ്മൾ ഉൾപ്പെടെ കണ്ടിട്ടുള്ളതാണ്. സത്യത്തിൽ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ആവശ്യമില്ല, കന്നഡ മസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു ആവശ്യമില്ല. പക്ഷെ അതിനിടയ്ക്ക് വെച്ചിട്ടാണ് ലാലേട്ടൻ കഴിഞ്ഞ വീക്കിൽ ചോദിക്കുന്നതും. ഇന്നത്തെ ദിവസം കന്നഡ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കന്നഡ കൊടുത്തതിന് ശേഷം ഈ പറയുന്ന കൺഫെഷൻ റൂമിൽ വെച്ചിട്ടും അതുപോലെ തന്നെ പുറത്ത് വന്നതിന് ശേഷവും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്തും അതുപോലെ തന്നെ ക്യാമറയിൽ ഉൾപ്പെടെ ലാലേട്ടനെ ഇങ്ങനെ പൊക്കി അടിക്കുന്നുണ്ട്. താങ്ക് യു ലാലേട്ട, എനിക്ക് വേണ്ടി ഞാൻ വീട്ടിൽ ചോദിച്ചിട്ടാണെന്ന് തോന്നുന്നു കന്നഡയുടെ പവറൊക്കെ തിരിച്ചറിഞ്ഞ് കറക്റ്റ് ഒരു കന്നഡയാണ് കൊടുത്തേക്കുന്നത്. വളരെ സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള, കാഴ്ചക്ക് പ്രശ്നമുള്ള ആ ഒരു പവർ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കന്നഡ തന്നെയാണ് കൊടുത്തത്. അപ്പൊ ലാലേട്ടന് ശരിക്കും നന്ദി പറയുന്നുണ്ട്. പക്ഷെ ആ നന്ദി പറച്ചലില് ഒരു 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 പിന്നിലുള്ള ഒരു രഹസ്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാല്, ലാലേട്ടന് നന്ദി പറയുന്നു, ഓക്കെ, കന്നഡ കിട്ടുന്നതിന് നന്ദി പറയുന്നു. അത് മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ടാസ്കിന്റെ ഇടയിൽ വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഇന്ന് നന്ദനേന ഫിസിക്കലി നല്ല രീതിയിൽ പുള്ളിക്കാരനൊന്ന് ഇത് ചെയ്യാൻ നോക്കി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അഭിഷേക് ശ്രീകുമാറിനെ ഈ പറയുന്ന പോലെ ഫിസിക്കലി നല്ല രീതിയിൽ ഒന്ന് പിടിച്ചു കളി, ഒരു തവണ അല്ല 2 തവണ. അപ്പൊ ഈ 2 കാര്യങ്ങളും ഫിസിക്കലി ഉപദ്രവിക്കാൻ നോക്കിയ കാര്യങ്ങൾ ചോദിക്കാൻ ലാലേട്ട ഉറപ്പായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിനെ ഒന്ന് മറികണ്ഠം ചാടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഒരു ആഘാതം കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോ ജിൻഡോ ഇന്ന് ശരിക്കും ലാലേട്ടനെ ഒന്ന് പുകഴ്ത്തി തലോടി സോപ്പിട്ട് പതപ്പിച്ച് നിർത്തിയത് എന്നാണ് എനിക്ക് തോന്നിയത്. എന്ത് തോന്നിയടാ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നിനക്ക് പരിശോധിക്കുമ്പോ ഇത് കണ്ടപ്പോ എന്താ തോന്നിയത് മൊത്തത്തില്? അല്ലെങ്കിൽ ലാലേട്ടനെയും പിന്നെ വരുന്ന ഗസ്റ്റുകളെയൊക്കെ പുകഴ്ത്താനും തലോടാനും പിന്നെ ജിൻഡോയെ കഴിഞ്ഞിട്ടില്ലേ ഉള്ള ആരും. എനിക്ക് അത് കണ്ടപ്പോ അങ്ങനെയാണ് തോന്നിയത്. നമ്മുടെ ശ്വേതാ മേനോനും സാബു ഒക്കെ വന്നപ്പോഴത്തേക്ക് അവരെ പരിചാരകരായിട്ടാണ് നിന്നത് അവിടെ. ലാലേട്ടന്റെ അടുത്ത് ഇപ്പൊ ഈ കണ്ണാടി തന്നതിനൊക്കെ എന്താ പറയാ താണ് വണങ്ങിയൊക്കെ നന്ദി പറയുന്നുണ്ട്. എനിക്ക് അത് കണ്ടപ്പോ ഈ സോപ്പിടലിന്റെ അങ്ങേയറ്റമായിട്ടാണ് തോന്നിയത്. നമ്മുടെ സാബു വന്നപ്പോൾ എനിക്ക് ഓർമ്മയില്ലേ, പലരും ഇവിടെ പറഞ്ഞു പരത്തി വെച്ചാൽ വലിയ ക്ലാഷ് ഉണ്ടാവും, സാബു മോനും ജിൻഡോയും തമ്മിൽ ക്ലാഷ് നടക്കാൻ പോവാണ്, നമ്മൾ ഭയങ്കര ക്രോസ് ഓവർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടിമയായിട്ട് മാറി സാബു മോന്റെ. അല്ലല്ലേ, ഇത് എനിക്ക് തോന്നിയ മറ്റേ ചെങ്കോലിൽ ലാലേട്ടന്റെ അടുത്ത് മാസമായിട്ട് നിൽക്കുന്ന ലാലേട്ടന്റെ അടുത്ത് എനിക്ക് തോന്നുന്ന കൊച്ചിൻ ഹനീഫ വന്നിട്ട് പറയൂലേ, എന്നെയും സേതുമാധവനെയും വീഴ്ത്താൻ ഇനി ആരുണ്ടോ എന്ന് പറയുന്നതൊക്കെ. അതുപോലെ ജിൻഡോ ലാലേട്ടന് മുമ്പേ കഴിഞ്ഞിട്ട് താണ് വണങ്ങിയേ നിൽക്കുള്ളൂ. അതുപോലെ എന്താ പറയാ, ഇപ്പൊ കണ്ണാടി കിട്ടിയതിൽ ഭയങ്കര സന്തോഷം പോലെ. അന്ന് കണ്ണാടിയുടെ കേസ് പറഞ്ഞപ്പോ ലാലേട്ടൻ നോക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ എന്തായാലും കണ്ണാട കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ വായിക്കാറുണ്ടെന്ന് പറഞ്ഞ് ടാസ്ക് ലെറ്റർ മാറ്റണമെന്ന് വരില്ല. പണ്ട് ഉടായ്പ കാണിക്കാൻ വേണ്ടിയുള്ള കുറെ ഐഡിയകളായിരുന്നു, വായിക്കാൻ അറിയത്തില്ല, സൂക്ഷിച്ചു നോക്കാൻ പറ്റില്ല, തലവേദന എടുക്കും, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞ് ടാസ്കിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് ശരിക്കും പണിയായിട്ടൊരു കൊടുത്താണോ എന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല. പിന്നെ നമ്മുടെ തങ്കച്ചി പായസം കൂടെ ആയിരുന്നു ഇന്നത്തെ മെയിൻ കണ്ടന്റ്. ഇന്നലെ അത് തന്നെയായിരുന്നു. പിന്നെ ഈ തങ്കച്ചി പായസം കണ്ട് ക്രിഞ്ച് അടിച്ചിട്ട് സഹിക്കാൻ വയ്യായിരുന്നു. ക്രിഞ്ച് ഫെസ്റ്റിവൽ ആയിരുന്നു ശരിക്കും. ഞാൻ എന്റെ മറ്റേ അതായത് എന്താ പറയാ, നമ്മുടെ അഭിഷേകും നന്ദനയും കൂടെ ചെയ്ത സ്കിറ്റാ ഓർമ്മ വന്ന്. ഞാൻ ഡോക്ടറാണ് പ്ലംബർ ആണെന്നൊക്കെ പറഞ്ഞ പോലെ എന്ന് ചോദിക്കുമ്പോ അനിയത്തിയാന്ന്. എന്റെ പൊന്നോ, ദുരന്ത എക്സ്പ്രസ് ആയിരുന്നു. ഇത് കാണാൻ നേരത്തെ ആരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഉണ്ട്. എത്ര ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയേയില്ല, അത്രയ്ക്ക് ഒറിജിനൽ. എനിക്ക് തോന്നിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ. പക്ഷെ നന്ദന എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നന്ദന ഒരു ഒന്നും അറിഞ്ഞൂടാതെ കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരു ഒന്നും അറിയാത്തതാണെന്ന് എനിക്ക് തോന്നിയില്ല. കാര്യം ഇവർ രണ്ടുപേരും നന്നായിട്ട് അവൾ യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്.
അവര് ഇവളെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവള് എന്തോ ഒരു അധികാരം സ്ഥാപിക്കുന്ന പോലെ എനിക്ക് എന്തും പറയാം, ഞാൻ എപ്പോഴും പറഞ്ഞ് പിണങ്ങും, അങ്ങനെ നിങ്ങളെല്ലാവരും എന്റെ അടുത്തോട്ട് വന്ന് പിണക്കം തീർത്തോളണം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയായിരുന്നു. പക്ഷെ എന്ത് തന്നെയായാലും നാളെ നന്ദന പുറത്തു പോകുന്നൊക്കെ വരെ റൂമറുകൾ വരുന്നുണ്ട്. മിക്കവാറും നാളത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് ആൾറെഡി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നാളെ നന്ദന പുറത്തു പോകുന്ന തന്നെയാണ് ചാൻസ്. എന്തായാലും ഈ പറഞ്ഞ പ്രാവശ്യം കളിച്ച് അവര് പുറത്തു പോകുന്ന തോന്നുന്നത്. നമുക്ക് എന്തായാലും ഈ ഇൻസിഡൻസ് ഇതിലേക്ക് നോക്കാം. എപ്പിസോഡിൽ നടന്ന പ്രധാന സംഭവങ്ങളിലേക്ക് നമുക്ക് പോവാം. അതെ, ഹോട്ട്സ്റ്റാറിന്റെ ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അതെ, കോൺടെസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അത് സംഭവം എന്ന് വെച്ചാൽ പൊങ്ങച്ചക്കാരനായ ഭർത്താവും അതുപോലെ തന്നെ തെറ്റായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ഭാര്യയെയും അഭിനയിച്ച് കാണിക്കുക. അത് പൊങ്ങച്ചക്കാരനായിട്ടുള്ള ഭർത്താവായിട്ട് നമ്മുടെ അർജുനെയും തെറ്റായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ഭാര്യയായിട്ട് ജാസ്മിനെയാണ് നമ്മൾ കണ്ടത്. അവര് തീരുമാനിച്ചേക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ രണ്ടുപേരും ചെയ്തു. അതിൽ ജാസ്മിനെയാണ് എനിക്കൊരു ചെറിയൊരു പോരായ്മയല്ല, കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. കാര്യം തെറ്റായിട്ട് ഇംഗ്ലീഷ് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ ആ ഒരു പുള്ളിക്കാരിയുടെ പേരെന്താടാ, ബിന്ദു പണിക്കരോ? നമ്മുടെ ബിന്ദു പണിക്കർ തന്നെയാണ്. അതെന്താണ് വല്ല അപ്പുറത്തെ ഒരു സിനിമാ നടി വരുന്ന സമയത്തൊക്കെ പറയുന്ന സംഭാഷണങ്ങളുണ്ടല്ലോ, എന്തോ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇതുപോലെ പറയല്ലോ, ICS എന്നൊക്കെ പറയുന്ന പോലെ അതാണ് ഉദ്ദേശിച്ചെങ്കിലും ജാസ്മിൻ അവിടെ ശരിക്കുള്ള ഇംഗ്ലീഷാ പറഞ്ഞത്. ഇംഗ്ലീഷ് അറിയാത്ത ആൾ ഇംഗ്ലീഷ് പറയുന്ന പോലെ പറയാനുള്ള ടാസ്ക് കൊടുത്തപ്പോ ഇംഗ്ലീഷ് അറിയാവുന്ന ആള് ചെറിയ 1-2 കുഞ്ഞു മിസ്റ്റേക്കുകൾ വരുത്തി ഇംഗ്ലീഷ് പറയുന്ന പോലെയാണ് ജാസ്മിൻ കാണിച്ചത്. അതെ, പക്ഷെ ജാസ്മിൻ മോശമെന്നല്ല ഇവിടെ നമ്മൾ പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. ടാസ്ക് പ്രോപ്പർലി അല്ല ചെയ്തതെന്ന ഉദ്ദേശം. പക്ഷെ ഒരു ഫൺ ടാസ്ക് ആയതുകൊണ്ട് അവൾ അവളുടേതായ രീതിയിൽ ചെയ്തതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. പക്ഷെ അർജുൻ തകർത്തടുക്കി പൊളിച്ചടുക്കി. കാര്യം ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്ന കണക്കുള്ള ഡയലോഗുകളായിരുന്നു, മൊത്തത്തിൽ തഗ്ഗുകളും അടിപൊളിയായിരുന്നു. കാര്യം ഇംപ്രവൈസേഷന്റെ അങ്ങേയറ്റമായിരുന്നു. കാര്യം ഇപ്പൊ ജാസ്മിനെ ഇടയ്ക്ക് വെച്ചിട്ട് കളിയാക്കാൻ നോക്കിയായിരുന്നു. ഇപ്പൊ എന്തോ ഒരു കേസ് പറഞ്ഞു, അപ്പൊ ഉടനെ തന്നെ അർജുൻ സപ്പോർട്ട് ചെയ്ത് ഇത് ജാസ്മിൻ അല്ല, ജാസ്മിന്റെ ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള എന്നിട്ട് റോസമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സ്പോട്ടിൽ ഉള്ള സംസാരിക്കാനുള്ള ഒരു കഴിവും അർജുന്റെ സ്പെഷ്യാലിറ്റിയാണ്. എന്തായാലും അർജുൻ കുറെ സംഭവങ്ങൾ എടുത്തു പറയേണ്ടത്, ഈ പറയുന്ന ജാസ്മിൻ എന്റെ രണ്ടാമത്തെ വൈഫാണെന്ന് തമാശക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഋഷി വന്നിട്ട് പറയുന്നുണ്ട് പപ്പ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അർജുന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, എന്റെ പപ്പയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അർജുൻ അതിനെ കമത്തി അടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, എന്താണ് ഇവിടെ അടിച്ചുകളിക്കാരിയായിരുന്ന ജാനുവിന്റെ മോനാണ്, എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നന്ദനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിജോനെ കൊണ്ട് ഈ പറയുന്ന പോലെ മോണോ ആക്ട് ചെയ്യിക്കുന്നുണ്ട്. മോണോ ആക്ട് എന്ന് പറയുന്നത് മോണ കൊണ്ട് മറ്റേ ഈ പല്ലിളിച്ച് കാണിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് സിജോ ചെയ്തത്. അത് അത്യാവശ്യം നല്ല ഫണ്ണിയായിരുന്നു. അതുപോലെ തന്നെ സിജോനെ കളിയാക്കി ജാസ്മിൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഫോറസ്റ്റ് ഫയർ ആണെന്ന്, ഏത് കാട്ടുതീ. അതുപോലെ തന്നെ ജിൻഡോ പറയുന്നുണ്ട്, ജിൻഡോ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സംഭവം പറയുന്നതാണേ. സിജോ എന്താണ് നമ്മുടെ അർജുന്റെ അടുത്ത് പറയുന്നതാണ്, സാറിന്റെ അപ്പൂപ്പനെ ഞാൻ വളരെ നന്നായിട്ടാണ് നോക്കിയത് വയ്യാതിരുന്നപ്പോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, അതെ ജിൻഡോ വളരെ ഒരു നല്ല വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ജിൻഡോ ബാക്കിയായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ വേണമെങ്കിൽ സാറിന്റെ ഭാര്യയെ കൂടി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് തగ్గടിക്കുന്നുണ്ട്, ജാസ്മിനെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഋഷിയെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നോറയെ കൊണ്ട് ഇംഗ്ലീഷ് പാട്ട് പാടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശ്രീധുവിനെ കൊണ്ട് ബെല്ലി ഡാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ എല്ലാ കണ്ടസ്റ്റൻസിനെ കൊണ്ടും അത്യാവശ്യം കിഡിലായിട്ട് ഈ പറയുന്ന അർജുനും ഈ പറയുന്ന ജാസ്മിനും കൂടി ഇന്നത്തെ ഈ പറയുന്ന 82ാമത്തെ ദിവസത്തിന്റെ മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ എല്ലാരെയും ആക്ടിവിറ്റി ചെയ്തു. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഈ പറയുന്ന 9ാമത്തെ ടാസ്ക് ആയിരുന്നു, എന്താണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ടാസ്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ബാഗ് കൊടുത്തിട്ടുണ്ട്, ചാക്കിന്റെ ഇതിലുള്ളൊരു ബാഗ്. ആ ബാഗിനകത്ത് തെർമോകോള് ഈ കുഞ്ഞായിട്ട് വെച്ചിട്ടുണ്ട്. ആ തെർമോകോള് ഈ പറയുന്ന ബാഗിന്റെ തന്നെ പുറമെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ ബേക്ക് നിൽക്കുന്ന ആൾക്ക് കൈയിട്ട് ഉള്ളിലിരിക്കുന്ന തെർമോകോള് പുറത്തെടുത്ത് കളയാൻ പറ്റും. എത്രത്തോളം പുറത്തെടുത്ത് കളയുന്നോ അവര് ഔട്ട് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അത്തരത്തില് ഇത് ഒരു റൗണ്ടാണ് ചുറ്റേണ്ടത്, വളയം. ആ വളയത്തിന് ചുറ്റുമ്പോ
ഈ പറയുന്ന മുന്നിലുള്ള ആളിന്റെ മാത്രമേ ഈ തെർമോകോൾ എടുത്ത് കളയാൻ പാടുള്ളൂ. അപ്പൊ ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലബിലയും പ്രശ്നങ്ങളും, നിയമം തെറ്റിച്ചു, അതുപോലെ തന്നെ ബാഗ് മുന്നിൽ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ 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 വലിയ 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 പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യമേ തന്നെ അഭിഷേക് ശ്രീകുമാർ ഔട്ട് ആവുന്നു. പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ബാഗ് മുന്നിൽ പിടിച്ചുകൊണ്ട് ഓടുന്നു. അതുപോലെ തന്നെ ക്രമം തെറ്റിച്ച് ഓടുന്നുണ്ട്. പിന്നെ ചിലവര് ഈ പറയുന്ന ബാഗ് മുന്നിൽ പിടിച്ചുകൊണ്ട് ഓടുന്നതുകൊണ്ട് തന്നെ കൈ മുന്നിൽ ഈ പറയുന്ന ബാഗിന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നതും ഈ പറയുന്ന ഈ കയ്യിൽ പിടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ പറയുന്ന രണ്ടാമത്തെ കളത്തിലേക്ക് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ടൈറ്റായി കുറച്ചും കൂടെ സ്പേസ് കുറയുന്ന രീതിയിൽ ബിഗ് ബോസ് കയറാൻ പറയുന്നുണ്ട്. അപ്പോഴൊന്നും ഇവര് കേൾക്കുന്നില്ല. കാര്യം അവിടെ ഫിസിക്കലി ഈ പറയുന്ന പോലെ ഇവര് സംസാരിക്കുകയും അതുപോലെ തന്നെ ഫിസിക്കലി ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിലും അതുപോലെ തന്നെ കൈകൊണ്ട് പിടിക്കുന്ന പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് 3-4 തവണ പറയുന്നുണ്ട്. അവസാനം എന്താണ് വെറുത്തണക്കായിപ്പോയി ബിഗ് ബോസ് പറയുന്നതേ. പിന്നീട് അർജുന്റെ മുന്നിൽ വെച്ചിട്ട് നന്ദന ബാഗിന്റെ പുറത്ത് ഈ തെർമോകോൾ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, എന്റെ ബാഗ് പൊട്ടിയിരിക്കുകയാണ്, ഞാൻ ഒന്ന് കെട്ടട്ടെ, എന്നിട്ട് നിനക്ക് വേണമെങ്കിൽ പിടിക്കാം എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരൻ ചൂടായി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ നോറയുടെ ബാഗിൽ സിജോ കൈയിട്ട് പിടിക്കുന്നുണ്ട്. കൈയിട്ട് പിടിക്കാൻ നേരത്ത് കൈ അതിന്റെ ഉള്ളിലായി പോയത് കൊണ്ട് തന്നെ വലിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അവസാനം നോറ അവസാനം ബാഗ് ഊരി കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. എന്നിട്ട് കരയുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ അങ്ങ് എടുത്തോ എന്നുള്ള രീതിക്ക് നോറ കരയുന്നുണ്ട്. അവിടെ പോയി ഇരുന്നാണ് കരയുന്നത്. എന്തായാലും പിന്നീട് അടുത്ത റൗണ്ട് വരാൻ നേരത്ത് ഈ പറയുന്ന പുള്ളിക്കാരി വരുന്നുണ്ട്. ഞാൻ എന്തായാലും എന്ന് വെച്ചാൽ ഔട്ട് ആവാൻ നേരത്ത് തന്നെ പുറത്താവാൻ നേരത്ത് പോയിരിക്കാം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ജാസ്മിന്റെ BP ഡൗൺ ആയി പുള്ളിക്കാരി ഈ പറയുന്ന മെഡിക്കൽ റൂമിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ നോറ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, സിജോ ഇങ്ങനെ വലിച്ച് വലിച്ച് പുള്ളിക്കാരിയുടെ തോള് വേദനിച്ചു എന്നുള്ള രീതിക്ക് പറയുന്നു. പക്ഷെ അതെനിക്കൊരു അത്ര ഒരു ജെന്യുവിനായിട്ട് തോന്നിയില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയും നേരം മിണ്ടാതിരുന്ന നോറ ആദ്യം കരയായിരുന്നു. നോറ കരഞ്ഞ് കരഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ ഈ നമ്മുടെ തോളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടിക്കൊക്കെ തുടങ്ങി. അടിക്കുക എന്ന് വെച്ചാൽ എനിക്ക് വേദന എടുക്കുകയാണെന്നുള്ള ഉദ്ദേശത്തിൽ. എന്നിട്ട് മിററിന്റെ അങ്ങോട്ട് പോയി. എന്നിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരാൻ നിർത്തിട്ടാണ് ഇങ്ങനെ പറയുന്ന, എനിക്ക് ഭയങ്കര വേദനയാണ്, ഈ പറയുന്ന ഫിസിക്കൽ പെയിൻ ഉണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. കാണുന്ന പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് അത്ര ഒരു സത്യസന്ധമായിട്ട് തോന്നിയില്ല. പുള്ളിക്കാരിന് ചിലപ്പോൾ വേദന എടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ എനിക്കതൊരു ഒറിജിനൽ കണക്ക് തോന്നിയില്ല. സെയിം അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം സംഭവിച്ചത്. ഈ പൊട്ടിയ ബാഗ് കെട്ടാൻ തുടങ്ങുന്ന സമയത്ത് നന്ദന കൈയെടുത്ത് പിടിക്കുന്നുണ്ട് അർജുന്റെ ബാഗിൽ. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാനിതൊന്ന് കെട്ടിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴൊന്നും നന്ദന ബാഗിൽ നിന്ന് കൈ എടുക്കുന്നില്ല. അവസാനം പുള്ളിക്കാരന് ദേഷ്യം വന്ന് ബാക്കി ഇരുന്ന ബാഗിനെ ഫ്രണ്ടിലോട്ട് ഒറ്റ വലിയ കൊടുക്കുന്നുണ്ട്. വലി കൊടുക്കാൻ നേരത്ത് പുള്ളിക്കാരി വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഈ പറയുന്ന ക്യാമറയിൽ കാണിക്കുന്നില്ല. അത്തരത്തിലൊരു വീഴ്ച കാണിക്കേണ്ട എന്ന് വിചാരിച്ചായിരിക്കും ആ ഒരു വീഴ്ച കാണിക്കുന്നില്ല. പക്ഷെ പുള്ളിക്കാരിക്ക് ആ വീഴ്ചയിൽ എന്തോ പറ്റി എന്ന രീതിക്ക് ഈ പറയുന്ന കിടന്നു പോവുകയും എല്ലാവരും കൂടെ ഈ പറയുന്ന മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പുള്ളിക്കാരിനെ എടുത്ത് പൊക്കി നടക്കാൻ നേരത്ത് പറയുന്നുണ്ട്, മെഡിക്കൽ റൂമിലേക്ക് പോണ്ടെന്ന് പറയുന്നുണ്ട് നന്ദന. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും പുള്ളിക്കാരി അവസാനം കരഞ്ഞ് തിരിച്ചു വരുന്ന കാഴ്ചയും അർജുന് ഈ പറയുന്ന കൈ കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ജിൻഡോയുമായിട്ടും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ജിൻഡോയായിട്ട് ഈ പറയുന്ന ബാഗിൽ പിടിവലി നടക്കുന്നുണ്ട്. അവസാനം ജിൻഡോ കളഞ്ഞിട്ട് പോകുന്നുണ്ട്. അവസാനം 4 പേരാണ് അവസാനിക്കുന്നത്: ജിൻഡോ, സിജോ, സായി, നന്ദന. നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്ന്. ജിൻഡോനെ എല്ലാവരും കൂടെ ഔട്ടാക്കാൻ ശ്രമിച്ചു. അവസാനം 3 പേര്: സിജോ, സായി, നന്ദന. അതിൽ ഈ പറയുന്ന സിജോയ്ക്കാണ് ബാഗിൽ ഏറ്റവും കൂടുതൽ തെർമോകോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ 3 പോയിന്റോട് കൂടി 1-ാം സ്ഥാനത്തും 2 പോയിന്റോട് കൂടി 2-ാം സ്ഥാനത്ത് സായിയും 1 പോയിന്റോട് കൂടി 3-ാം സ്ഥാനത്ത് നന്ദനയും അവശേഷിക്കുന്നു. ആ ഒരു ടാസ്ക് അതോടുകൂടി കഴിയുന്നു. പിന്നീട് ഈ പറയുന്ന പോലെ ഋഷിയും ജിൻഡോയും തമ്മിൽ സംസാരിക്കുന്നതാണ്. ഋഷി പറയുന്നതെന്ന് വെച്ചാൽ സിജോയും സായിയും മനഃപൂർവ്വമാണ് ഈ പറയുന്ന ഈ നമ്മുടെ നന്ദനയുടെ ബാഗിൽ നിന്ന് തെർമോകോൾ എടുക്കാത്തത്. അവരൊരു ഒരുമിച്ച് ഗെയിം കളിച്ചു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പിന്നീട് ഇതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ അർജുനും സിജോയും സംസാരിക്കുന്നുണ്ട്. ആ സംഭവം അർജുൻ കരയാന്ന് വെച്ചാൽ ഈ നന്ദനേനെ അങ്ങനെ ചെയ്തത് മോശമായി പോയി എന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ ഇമോഷണലി കരയുന്നുണ്ട്. അപ്പോൾ സിജോ സമാധാനിപ്പിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ
കാണുന്നുണ്ട്. പിന്നീട് മറ്റൊരു സംഭവമാണ് നമ്മൾ കണ്ടത്. കൺഫെഷൻ റൂമിലേക്ക് അഭിഷേക് ശ്രീകുമാറിനെ വിളിക്കുന്നുണ്ട്, ടാസ്ക് ലെറ്റർ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട് 10ാമത്തെ ടാസ്ക് ആണ്, വളരെ കാഠിന്യം നിറഞ്ഞ ടാസ്ക് ആണ് എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി വായിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ വായിക്കുന്നത് ഇതാണ്, എന്താണ് 10ാമത്തെ ടാസ്ക് ഒഴിവാക്കി. കാര്യം എന്ന് വെച്ചാൽ അഭിഷേക് ശ്രീകുമാറിന് ഇപ്പം തന്നെ 13 പോയിന്റ് ഉണ്ട്. 2ാം സ്ഥാനത്തുള്ള അർജുന് ഈ പറയുന്ന 3 പോയിന്റ് കിട്ടിയാൽ കൂടി ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാറിന്റെ സ്ഥാനത്തേക്ക് എത്തില്ല. അതുകൊണ്ട് 10ാം ടാസ്കിന്റെ അനിവാര്യം ഇല്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. എന്തായാലും എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബിഗ് ബോസ് ഉൾപ്പെടെ അഭിനന്ദിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച അഭിഷേക് ശ്രീകുമാറിന് ടോപ്പ് 5ലേക്ക് എത്തുന്നുണ്ട് എന്തായാലും. അപ്പൊ ഇത്തരത്തിൽ ടോപ്പ് 5ലേക്ക് എത്താൻ വേണ്ടി അഭിഷേക് ശ്രീകുമാർ 13 പോയിന്റാണ് നേടിയത്. അർജുൻ സെക്കൻഡ് സ്ഥാനം 8 പോയിന്റ്, ഋഷി 7ാമത്തെ, അത് അർജുൻ മാത്രമല്ല, അർജുനും സായിയും 8 പോയിന്റാണ്, ഋഷി 7 പോയിന്റ്, ജിൻഡോ 6 പോയിന്റ്. അങ്ങനെയായിരുന്നു. പിന്നീട് നടന്നത് ഒരു സ്പോൺസേഡ് ടാസ്ക് ആയിരുന്നു. സ്പോൺസേഡ് ടാസ്ക് മറ്റേ ഡൊമക്സിന്റെ ഒരു സ്പോൺസേഡ് ടാസ്ക്, എയും ബിയും ആയിട്ട് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. പിന്നീട് ഇതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ നേരത്തെ തുടക്കം പറഞ്ഞ പോലെ ജിൻഡോനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നതും കണ്ണട കൊടുക്കുന്നതും പുള്ളിക്കാരൻ ലാലേട്ടന് നന്ദി പറയുന്നതും ഒക്കെയാണ് കണ്ടത്. പിന്നീട് കണ്ടതെന്ന് വെച്ചാൽ സിജോ, നന്ദന, തങ്കച്ചി, അണ്ണൻ, ബാസമാണ് കണ്ടത്. സിജോ ചോദിക്കുന്നുണ്ട്, നീ എന്റെ ആരാ? അപ്പൊ നന്ദന പറയുന്നുണ്ട്, അനിയത്തി. പക്ഷേ ഇത് കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും, ഞാൻ ഈ പറഞ്ഞതുപോലെയൊന്നും അല്ല പറഞ്ഞത്. എന്താ സംഭവം കണ്ടു കഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകും. അത് ഈ അവസാന നിമിഷം ഇത് എന്താണ് നാടകം കളിക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടത്തില്ല. എന്തായാലും സിജോ ഇതിൽ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും നന്ദന പോവുകയാണെങ്കിൽ സിജോയ്ക്ക് ഒരു വമ്പൻ അടിയായിരിക്കും കിട്ടുന്നത്. സിജോ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കത്തില്ല. കാര്യം നന്ദന പോകുമെന്നറിയാം, പക്ഷേ വോട്ട് തനിക്ക് ആ രീതിയിൽ കിട്ടില്ല എന്ന് പിന്നീട് തിരിച്ചറിയുമ്പോൾ അതൊരു വലിയൊരു അടിയാവാൻ സാധ്യത ഉണ്ട്. കാര്യം ആവശ്യമില്ലാത്തടത്താണ് വെള്ളം കോരിയത് എന്ന് പുള്ളിക്കാരന് മനസ്സിലാവും എന്തായാലും. പിന്നീട് ഈ ജിൻഡോ ഈ ലാലേട്ടന് നന്ദി പറയുകയും ഈ റാംപാക്ക് നടത്തി ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ലാലേട്ടൻ എനിക്ക് തന്നതാണ്, അതാണ് ഇതാണ്, ലാലേട്ടന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് അഭിഷേക് ശ്രീകുമാർ ആ ടൈമിൽ പറയുന്നുണ്ട്, നോറയ്ക്ക് ശേഷം ക്യാമറ നോക്കി സംസാരിക്കുന്നത് ജിൻഡോ ചേട്ടനാണ് എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരൻ ഫണ്ണിയായിട്ട് പറയുന്നുണ്ട്. പിന്നെ അവസാനം ഈ പറയുന്ന ടാസ്ക് ജയിച്ചതിന് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്, ബിരിയാണിയും അങ്ങനെയൊക്കെയുള്ള കുറെ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ പറയുന്ന 82ാമത്തെ ദിവസം തങ്കച്ചി, അണ്ണൻ, പാസവും അതുപോലെ തന്നെ ജിൻഡോയുടെ കവിഞ്ഞൊഴുകിയ സ്നേഹവും അഭിഷേക് ശ്രീകുമാറിന് 13 പോയിന്റോട് കൂടി ടോപ്പ് 5ലേക്ക് എത്താൻ സാധിച്ചതും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് കളിച്ച് 9ാമത്തെ ടാസ്ക്, പല ടാസ്കുകളും ഇവർ ഗ്രൂപ്പ് കളിക്കുക എന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇന്നും അതുപോലെ തന്നെയാണ് നടന്നത്. സോ എന്തായാലും ഈ 82ാമത്തെ ദിവസം ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് നടന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.